നമസ്കാരം. ലോകപ്രശസ്തമായ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലേക്കുള്ള യാത്രയാണ്. കോതമംഗലത്തു നിന്നും പക്ഷിസങ്കേതത്തിലേക്കുള്ള പ്രധാന പാതയാണിത്. ഈ പാതയുടെ ഇരുവശം വനമാണ്. പുന്നേക്കാട് നിന്നും ഏകദേശം 100 മീറ്റർ പിന്നിട്ടാൽ പിന്നീട് വനമേഖലയായി. ഈ വനമേഖലയിലൂടെയാണ് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലേക്ക് പോകുന്നത്. ഇവിടെ 2-3 കിലോമീറ്റർ പിന്നിട്ടാൽ മതി പക്ഷിസങ്കേതമായി. വിനോദസഞ്ചാരികളുടെ പ്രധാന ഒരു ആകർഷണ കേന്ദ്രമാണ് തട്ടേക്കാട്. കോതമംഗലത്തു നിന്നും ഇവിടേക്ക് നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. കോതമംഗലം, ചേലാട്, പുന്നേക്കാട് വഴിയാണ് തട്ടേക്കാട് എത്തുന്നത്. പെരിയാറിനക്കരെയുള്ള 2500 ഹെക്ടറോളം വരുന്ന വനപ്രദേശമാണ് പക്ഷിസങ്കേതമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത്യപൂർവങ്ങളായ പക്ഷി ജന്തുജാലങ്ങളുടെ കലവറയാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം. പോകാം തട്ടേക്കാടേക്ക്. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൻ്റെ കവാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കൊരു കൂടെ ഒരാളുണ്ട്. ഇവിടെ എപ്പോഴും കാണുന്ന ഒരു മയിലാണ്. ഫോറസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത്. ഈ ഓഫീസിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ ഈ മയിൽ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളപ്പോൾ തൊട്ടടുത്തെത്തിയിട്ടും വലിയ പേടിയൊന്നുമില്ല. എന്തായാലും ഈ പ്രദേശത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നമ്മുടെ അടുത്തൊക്കെ വരും. വലിയ അടുപ്പമൊന്നും കാണിക്കില്ല. നമ്മുടെ അടുത്തുകൂടി വന്നിട്ട് പതിയെ കടന്നു പോകും. എന്നാലും ഈ മയിലിനെ കാണുക എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സാധാരണയിൽ നിന്നും അല്പം നല്ല വലിപ്പമുള്ള മയിലാണ്. അതുകൊണ്ട് തന്നെ കാണാനും രസമാണ്. പീലി വിടർത്തി ഒരു സന്തോഷം പങ്കിടുന്ന ഒരു ദൃശ്യം കൂടി സന്ദർശകർക്ക് അപൂർവമായിട്ടെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു നവ്യ അനുഭൂതി സന്ദർശകരിൽ പകരുമെന്ന കാര്യത്തിൽ തർക്കമില്ല.